ഇന്ന് ഞാനൊരു പുരാണ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. കഥയുടെ പേര് കപോതചരിതം. കപോതം എന്നാൽ പ്രാവ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതൊരു പ്രാവിൻ്റെ കഥയാണ്. പണ്ട് ഒരു കാട്ടിൽ ഒരു വേടനുണ്ടായിരുന്നു. അയാൾ കാണുന്ന പക്ഷികളെയെല്ലാം പിടിച്ചു കൊല്ലുകയും അവയിൽ നിന്ന് അയാൾക്ക് വിശപ്പടക്കാൻ ആവശ്യമുള്ള പക്ഷികളെ തിന്നിട്ട് ബാക്കിയുള്ളവയെ വിറ്റ് മുതലാക്കുകയും ചെയ്തിരുന്നു. കാട്ടിൽ വേടന്മാർ തേൻ ശേഖരിക്കുകയോ കായ്കനികളോ വേരുകളോ ഒക്കെ എടുത്ത് കൊണ്ടുപോയി വിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വേടൻ പ്രത്യേകമായിട്ട് പക്ഷികളെ മാത്രമേ പിടിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷികളെ പിടിക്കുന്നത് അയാൾക്കൊരു ഹരമായിരുന്നു. പക്ഷികളുടെ ഇറച്ചിയായിരുന്നു അയാളുടെ പ്രധാന ഭക്ഷണം. മറ്റ് ഭക്ഷണങ്ങളൊന്നും അയാൾക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. അയാൾക്ക് പ്രത്യേകിച്ച് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാളോട് ആർക്കും സ്നേഹമുണ്ടായിരുന്നില്ല. അയാൾക്കും ആരോട് സ്നേഹമുണ്ടായിരുന്നില്ല. ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു കയ്യിൽ വലയും മറ്റൊരു കയ്യിൽ അമ്പും വില്ലുമേന്തി അയാൾ കാട്ടിലേക്ക് യാത്രയാവും. എവിടെയെങ്കിലും പക്ഷിക്കൂട്ടങ്ങളെ കാണുകയാണെങ്കിൽ വല വിരിച്ചോ അമ്പെയ്തോ അവയിൽ കുറേ എണ്ണത്തിനെ പിടികൂടും. കിട്ടുന്ന പക്ഷികളെ ചുട്ട് അവിടെ വെച്ച് തന്നെ തിന്നും. ബാക്കിയുള്ളവയെ കൊണ്ടുവന്ന് വിൽക്കും. അതിപ്പോൾ പക്ഷികളുടെ തോല് പറിക്കാനാണോ കൂട്ടിലിട്ട് വളർത്താനാണോ ഇറച്ചി തിന്നാനാണോ എന്നൊന്നും അയാൾ നോക്കാറിയില്ല. അയാൾക്ക് കിട്ടുന്ന പക്ഷികളെ അയാൾ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ വിവാഹം കഴിച്ചു. അയാൾക്ക് ഒരു ഭാര്യയുണ്ട്. ഈ ഭാര്യ ഇയാളുടെ തനി സ്വഭാവമുള്ള ഒരാളായിരുന്നു. അവർക്കും പക്ഷി ഇറച്ചിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇയാളുടെ പക്ഷിപിടുത്തം കൂടി. എപ്പോഴൊക്കെ കാട്ടിൽ പോകുന്നു അപ്പോഴൊക്കെ അയാൾ പക്ഷികളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് പക്ഷികളെ ചുട്ടു തിന്നും. ഈ പക്ഷികളെ കൊല്ലുകയല്ലാതെ മറ്റെന്തെങ്കിലും ജോലി ചെയ്യാം എന്ന് ഒരിക്കൽ പോലും ഇവർ രണ്ടുപേരും ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ കാട്ടിൽ ആരും വിചാരിക്കാതെ ഒരു കാറ്റും മഴയും വന്നു. 4 പാടും പരന്നു നിൽക്കുന്ന നീണ്ട് തടിച്ച കൊമ്പുകളോട് കൂടിയ വലിയ മരങ്ങളെപ്പോലും വേരോടുകൂടി പറിച്ചു വീഴ്ത്തിക്കൊണ്ട് ഊക്കോടെ വീശുന്ന ആ കൊടുങ്കാറ്റും ആകാശം മുഴുവൻ മൂടിക്കൊണ്ട് ഇടവിടാതെ മഴ കോരിച്ചൊരിയുന്ന കറുത്തിരുണ്ട കാർമേഘങ്ങളും കുറച്ച് സമയം കൊണ്ട് ആ കാട്ടിലൊരു പ്രളയമുണ്ടാക്കി. കാറ്റിൻ്റെയും മഴയുടെയും ശക്തി കൊണ്ട് കൂടുകളിൽ ഇരിക്കുവാൻ കഴിയാത്ത പറവകൾ നനഞ്ഞ് അങ്ങുമിങ്ങും പറന്നുപോയി. അവയിൽ ചിലത് വലിയ മരത്തടികളിൽ ചെന്നിടിച്ച് ചത്തു വീണു. മാൻ, പന്നി മുതലായ മൃഗങ്ങൾ പുറത്ത് തല കാണിക്കാൻ പോലും പേടിച്ച് തണുത്ത് വിറച്ച് വിശന്ന് വലഞ്ഞ് ഗുഹകളിൽ കിടന്നു. വെള്ളം നിറഞ്ഞ് കാട്ടിലുള്ള വഴി അറിയാൻ പറ്റാതായി. കൈകാലുകൾ ഇളക്കാൻ പോലും തണുപ്പ് കൊണ്ട് പറ്റുന്നില്ലായിരുന്നെങ്കിലും മരങ്ങൾ ഒടിഞ്ഞ് തൻ്റെ ദേഹത്ത് വീഴും എന്ന് പേടിച്ച് ഈ വേടൻ കാട്ടിൽ അങ്ങും ഇങ്ങും ഓടി നടക്കുകയായിരുന്നു. അവസാനം അയാൾക്ക് വഴി തെറ്റി ഒരു കുഴിയിൽ വീണു. ആ കുഴിയിൽ കിടന്ന് അയാൾ കുറേ നേരം കൈയും കാലുവിട്ട് അടിച്ച് അവിടുന്ന് ഒരു വിധത്തിൽ കരപറ്റി ചെളിയിലൂടെ ഇഴഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ ചിറകാകെ നനഞ്ഞ് പറക്കാൻ വയ്യാതായ ഒരു പെൺപ്രാവ് ഒരു മരത്തിലിടിച്ച് താഴെ വീഴുന്നത് വേടൻ കണ്ടു. അപ്പോൾ അയാൾ അതിനെ ചെന്നെടുത്ത് കയ്യിലുണ്ടായിരുന്ന കൂട്ടിലിട്ടു. യഥാർത്ഥത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരക്കം പായുന്ന ഈ സമയത്ത് താഴെ വീണ ഒരു പ്രാവിനെ എടുത്ത് സ്വന്തമാക്കേണ്ട കാര്യമൊന്നും ഈ വേടനുണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് കാലം കൊണ്ട് താൻ ചെയ്തു പോന്ന പ്രവൃത്തികളുടെ ഫലമായിട്ട് അത് അയാളുടെ ശീലമായി തീർന്നിരുന്നു. എവിടെ പക്ഷികളെ കണ്ടാലും സ്വന്തമാക്കുക. അതുകൊണ്ട് തന്നെ അയാൾ മറ്റൊന്നും ചിന്തിക്കാതെ ആ കപോതത്തിനെ പ്രാവിനെ തൻ്റെ കയ്യിലൊതുക്കി. അങ്ങനെ കുറേ ദൂരം അയാൾ യാത്ര ചെയ്തു പ്രാവിനെയും കൊണ്ട്. അപ്പോൾ തലയ്ക്ക് മീതെ പടർന്ന് പന്തലിച്ച വലിയ ഒരു മരം കണ്ടു. ആ മരത്തിൽ തിങ്ങി തൂങ്ങി നിൽക്കുന്ന ഒരുപാട് പഴങ്ങളുണ്ടായിരുന്നു. അനേകായിരം പക്ഷികൾ ആ മരത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഈ മഴയത്ത് അവിടെ വന്നിരുന്നു. ആ മരമാണെങ്കിൽ ആ പക്ഷികളുടെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം പോലും വീഴാതെ കാക്കുകയും അവയ്ക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ പഴങ്ങൾ കൊടുക്കുകയും ചെയ്തു. ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ഈ ദുഷ്ടനായ വേടനും ചെന്നിരുന്നത്. അവിടെ ചെന്നിരുന്നതോടെ അയാൾക്ക് ദേഹത്ത് വെള്ളം വീഴാതെ നനയാതെ ഇരിക്കാൻ പറ്റി. എന്നിട്ട് പോലും പരോപകാരത്തിനായി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഈ മരത്തിൻ്റെ ഔദാര്യത്തെ കണ്ടു പഠിക്കാൻ ഈ പാപിയായ വേടന് കഴിഞ്ഞില്ല. പറക്കാൻ വയ്യാതെ വീണുപോയ പ്രാവ് പണിയെടുക്കാതെ ഭാഗ്യം കൊണ്ട് കിട്ടിയ ഭക്ഷണമാണെന്നാണ് അയാൾ അപ്പോഴും വിചാരിച്ചത്. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും കാറ്റ് ശമിച്ചു. മഴക്കാരൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ലാതായി. പക്ഷേ അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. രാത്രിയായി. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു. മഴ വിട്ടതുകൊണ്ട് മനസ്സിന് സന്തോഷം തോന്നിയ വേടൻ നിന്നിരുന്ന പ്രദേശം അറിയാനായിട്ട് 4 പാടും നോക്കിയപ്പോൾ അവൻ്റെ വീട് വളരെ അകലെയാണെന്ന് മനസ്സിലായി. അന്ന് രാത്രി ആ മരത്തിൻ്റെ അടിയിൽ തന്നെ കഴിച്ചു കൂട്ടാതെ നിവൃത്തിയില്ലെന്നും കണ്ടു. താഴെ വീണ് കിടന്നിരുന്ന ഇലകൾ പെറുക്കി നിരത്തി വിരിച്ച്
ഒരു കനിന്മേൽ തലയും വെച്ചുകൊണ്ട് അവൻ കിടക്കുകയും ക്ഷീണിച്ച് തളർന്നതിനാൽ വേഗം ഉറങ്ങുകയും ചെയ്തു. ആ മരത്തിന്മേലെ വളരെ കാലമായിട്ടൊരു ഒരാൺപ്രാവ് തൻ്റെ പിടയോടുകൂടി പാർത്തിരുന്നു. ഇര തേടുവാനായി പകൽ പുറത്തേക്ക് പോയ പ്രാവ് അന്നേ ദിവസം കാറ്റും മഴയും തുടങ്ങിയ ഉടനെ തന്നെ കൂട്ടിലേക്ക് മടങ്ങി വന്നു. പക്ഷേ അതേ ആവശ്യത്തിനായി പോയിരുന്ന പെൺപ്രാവ് തിരികെ വന്നിരുന്നില്ല. അങ്ങനെ തൻ്റെ പിടയെ കാണാതെ ഈ ആൺപ്രാവ് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ വേടൻ്റെ കയ്യിലുണ്ടായിരുന്ന കൂട്ടിൽ കിടന്നിരുന്ന അതിൻ്റെ ഇണ അതിനോട് വിളിച്ചു പറഞ്ഞു, അങ്ങ് ഇങ്ങനെ കരയാതിരിക്കൂ, ഞാൻ ദാ താഴെയുണ്ട്. ഈ വേടൻ എന്നെ ബന്ധനസ്ഥയാക്കിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ മരം ഇപ്പോൾ നമ്മളുടെ വീടാണ്. നമ്മൾ വളരെ കാലമായിട്ട് ഈ മരത്തിലാണ് താമസിക്കുന്നത്. കാറ്റുകൊണ്ടും മഴ കൊണ്ടും ക്ഷീണിച്ച ഈ വേടൻ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു അതിഥിയായി വന്നിരിക്കുകയാണ്. അവൻ തണുപ്പ് കൊണ്ട് തീരെ തളർന്നും വിശപ്പ് കൊണ്ട് വളരെ വലഞ്ഞുമിരിക്കുന്നു. അവനെ വേണ്ടവണ്ണം സൽക്കരിക്കുക നമ്മളുടെ കർമ്മമാണ്, നമ്മുടെ കടമയാണ്. ശരണാഗതനായ അവനെ രക്ഷിച്ച് പുണ്യം നേടുവാനുള്ള അവസരത്തെ വെറുതെ കളഞ്ഞിട്ട് കാണാതായ ഭാര്യയെപ്പറ്റി വിലപിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അതിഥിയെ പട്ടിണി കിട്ടിക്കൊല്ലുന്ന ഗൃഹസ്ഥൻ മാതൃവധം ചെയ്യുന്ന പുത്രനെ പോലെ പാപിയാണ്. എത്ര ചുരുങ്ങിയ മട്ടിലാണെങ്കിലും തനിക്ക് കഴിവുള്ള വണ്ണം അതിഥിയെ സൽക്കാരം ചെയ്യുന്ന ഗൃഹനാഥനാവട്ടെ ഇഹലോകത്തിലും പരലോകത്തിലും പരമസുഖത്തെ പ്രാപിക്കും. നമുക്ക് പുത്രന്മാരും പുത്രിമാരും വേണ്ട പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്നെപ്പറ്റി വ്യസനിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേർന്ന അനാഥനായ അതിഥിയെ പൂജിച്ച് പുണ്യം സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത്. ജന്മശത്രുവായ വേടൻ്റെ കൂട്ടിൽ മറ്റാരും ആശ്രയമില്ലാതെ മരണം ഉറപ്പാക്കി കിടക്കുന്ന തൻ്റെ ഭാര്യ തന്നോട് ഉപദേശിക്കുന്ന ഔദാര്യത്തെയും ധർമ്മബോധത്തെയും കണ്ടപ്പോൾ ആൺപ്രാവ് മനസ്സലിഞ്ഞ് തങ്ങളുടെ വീട്ടിൽ ശരണം പ്രാപിച്ച ശത്രുവിനെ ശുശ്രൂഷിക്കാനുള്ള ശ്രമം തുടങ്ങി. അന്നൊന്ന് തിന്നാൻ മാത്രം വല്ല നെന്മണിയോ മറ്റോ അങ്ങും ഇങ്ങും പറന്ന് പിറക്കിക്കൊണ്ട് വന്ന് കാലം കഴിച്ചു കൂടുന്ന ഒരു പക്ഷിയുടെ കയ്യിൽ ഒരു മനുഷ്യനെ സൽക്കരിക്കാൻ എന്തുണ്ടാകാനാണുള്ളത്? മറ്റൊന്നുമില്ലെങ്കിലും മധുരമുള്ള വാക്ക് കൊണ്ട് സൽക്കരിക്കാം എന്ന് വിചാരിച്ച് ആ ആൺപ്രാവ് വേടൻ്റെ അടുക്കൽ ചെന്ന് അവനെ ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അതിഥി, അങ്ങേക്ക് സ്വാഗതം. അങ്ങയുടെ ശത്രുവിൻ്റെ വീട്ടിലാണല്ലോ ശരണം പ്രാപിച്ചതെന്നോർത്ത് അങ്ങ് വിഷമിക്കരുത്. സ്വന്തം വീട്ടിലെന്ന പോലെ ഇവിടെ ഉള്ളതെല്ലാം അങ്ങയ്ക്ക് ഉപയോഗിക്കാം. കൊമ്പ് മുറിക്കാൻ വരുന്നവരെ പോലും തണൽ കൊണ്ട് കുളിർപ്പിക്കുന്ന ഒരു മരമാണ് ഞങ്ങളുടെ വീട്. അതുകൊണ്ട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരുവാൻ ഞാൻ സന്നദ്ധനാണ്. ആവശ്യമുള്ളത് മടിക്കാതെ പറഞ്ഞുകൊള്ളുക. വിശപ്പും തണുപ്പും കൊണ്ട് വലഞ്ഞിരിക്കുന്ന തന്നോട് ദയയോടുകൂടി പക്ഷിയാണെങ്കിലും പെരുമാറുന്ന പ്രാവിൻ്റെ വിനയത്തോടു കൂടിയ വാക്കുകൾ കേട്ടിട്ടും ആ വേടന് ഒരു വിവേകവും ഉണ്ടായില്ല. അവനപ്പോഴും സ്വന്തം ജീവനെ രക്ഷിക്കാനുള്ള ആലോചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തണുപ്പ് കൊണ്ട് സംസാരിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ. അതിന് വല്ല പരിഹാരം ഉണ്ടാക്കിത്തരാൻ നിനക്ക് പറ്റുമോ? അതിഥിയുടെ ആവശ്യം മനസ്സിലാക്കിയ ഉടനെ പ്രാവ് കൊക്കുകൊണ്ട് കുറച്ച് അവറ്റിലുകൾ കൊത്തിക്കൊണ്ടുവന്ന് കൂട്ടി. പറന്ന് എവിടെയോ ചെന്ന് കുറച്ച് തീയും പണിപ്പെട്ട് കൊണ്ടുവന്നു. അവൻ്റെ അടുത്ത് തീ കത്തിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി അങ്ങ് തണുത്ത് ബുദ്ധിമുട്ടേണ്ട, ഇഷ്ടം പോലെ ശരീരമെല്ലാം ചൂട് പിടിപ്പിച്ചു കൊള്ളുക. വേടൻ പതുക്കെ എഴുന്നേറ്റിരുന്ന് ദേഹമെല്ലാം ചൂട് പിടിപ്പിച്ചു. തണുപ്പ് കഷ്ടിച്ച് മാറിയപ്പോൾ അവന് തിന്നാൻ വല്ലതും കിട്ടുമോ എന്നായി ചിന്ത. വേണ്ടെന്ന് മാത്രം തേടിപ്പിടിച്ച് അതുകൊണ്ട് ഉപജീവനം കഴിച്ച് കാട്ടിൽ ഋഷിമാരെ പോലെ ദിവസവൃത്തി കഴിച്ചു കൂട്ടിയിരുന്ന ആ പ്രാവ് തൻ്റെ കൂട്ടിൽ ഒന്നും ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ അതിഥിയുടെ വിശപ്പ് എങ്ങനെയെങ്കിലും മാറ്റണം എന്ന് അത് തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്തു. പ്രാവ് പറഞ്ഞു, ഒരു അതിഥിക്ക് കൊടുക്കാൻ യോഗ്യമായ ഭക്ഷണപദാർത്ഥമൊന്നും ഞാൻ ശേഖരിച്ച് വെച്ചിട്ടില്ല. ഞാൻ നോക്കൂ, ഈ മരത്തിൽ ഒരുപാട് പഴങ്ങളുണ്ട്. അങ്ങേക്ക് ഇത് ഭക്ഷിക്കാമോ? അപ്പോൾ വേടൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പഴങ്ങൾ ഭക്ഷിച്ചുള്ള ശീലമേ ഇല്ല. ഞാൻ കഴിക്കുന്നത് മാംസമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ വിശപ്പ് മാറ്റാൻ മാത്രം വല്ല വഴി ഉണ്ടാക്കാൻ ഞാൻ നോക്കാം. കുറച്ച് നേരം ക്ഷമിക്കുക, ഈ തീയൊന്ന് നന്നായി കത്തട്ടെ. പ്രാവ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വേടൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പരോപകാരം ചെയ്യാനായിട്ട് സ്വന്തം ശരീരം ദഹിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയ ആ പക്ഷി തീയെ നല്ലവണ്ണം ജ്വലിപ്പിച്ചിട്ട് തൻ്റെ അതിഥിയോട് പറഞ്ഞു, പണ്ട് പലരും അതിഥികളെ പൂജിപ്പാനായി ആത്മത്യാഗം പോലും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ എൻ്റെ ഭാഗ്യം കൊണ്ട് വന്നു ചേർന്ന അങ്ങയ്ക്ക് ആഹാരം നൽകുവാനായിട്ട് ഞാൻ എൻ്റെ ശരീരത്തെ തീയിലിട്ട് ദഹിപ്പിക്കാനാണ് പോകുന്നത്. എൻ്റെ ഈ ചെറിയ ശരീരം ഒരു നിമിഷത്തിനുള്ളിൽ ഒരു കഷ്ണം വെന്ത മാംസമായി തീരും. അത് ഭക്ഷിച്ച് അങ്ങ് തൃപ്തിപ്പെടണം. ഇപ്രകാരം അപേക്ഷിച്ചും കൊണ്ട് അതിഥി സൽക്കാരം
ശരിയാമണ്ണം നടത്തുന്നതിലുള്ള സന്തോഷത്തോടെ ജ്വലിക്കുന്ന ആ തീയെ 3 പ്രാവശ്യം വലം വെച്ചിട്ട് യാഗാഗ്നിയിൽ ഹവിസ് ഹോമിക്കും പോലെ ആ കബോധം ആ അഗ്നിയിലേക്ക് ചാടിക്കളഞ്ഞു. ആ അത്ഭുത കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ആ വേടൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു. അജ്ഞാനത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞിരുന്ന അവൻ്റെ മനസ്സിൽ അറിവിൻ്റെ സൂര്യൻ ഉദിച്ചതുപോലെ തോന്നി. പാപകൃത്യങ്ങളിൽ മുങ്ങിക്കിടന്നിരുന്ന തന്നെ മേൽപോട്ട് പിടിച്ചുയർത്തുകയാണെന്ന് വേടന് തോന്നി. ആ നിമിഷം വരെ താൻ ചെയ്തുകൊണ്ടിരുന്ന ക്രൂരകൃത്യങ്ങളെ അയാൾ ഓർത്തു. അയാൾ പറഞ്ഞു, ഞാൻ എന്തൊരു അധർമ്മമാണ് ഇത്ര കാലം ചെയ്തിരുന്നത്. എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം പക്ഷികളെയാണ് കഴുത്ത് മുറിച്ച് കൊന്നിട്ടുള്ളത്. പക്ഷികളുടെ ജീവനാശം വരുത്താതെ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ ഇത്ര കാലവും പക്ഷികളെ കൊന്നാണ് ജീവിച്ചത്. അങ്ങനെയുള്ള എൻ്റെ വിശപ്പ് ശമിക്കാനായിട്ട് തീയിൽ ചാടി ജീവനെ ത്യജിച്ച ഈ കബോധം ധർമ്മത്തിൻ്റെ മാഹാത്മ്യത്തെ എനിക്ക് മനസ്സിലാക്കി തന്നു. ഇനി മുതൽ ഞാൻ പാപകർമ്മങ്ങളിൽ പ്രവർത്തിക്കുകയില്ല. എൻ്റെ കുടുംബം ത്യജിച്ച് ഞാനിന്ന് ഈ പ്രാവിനെ പോലെ ആത്മത്യാഗം ശീലിക്കുന്നുണ്ട്. മാംസം തിന്ന് തടിച്ച എൻ്റെ ഈ ശരീരത്തെ ഉപവാസം കൊണ്ട് ക്ലേശിപ്പിച്ച് ഞാൻ കൃശമാക്കും. വേനൽക്കാലത്ത് വെയിൽ കൊണ്ട് നാൾക്ക് നാൾ വറ്റിപ്പോകുന്ന വെള്ളത്തോടു കൂടിയ പൊയ്ക പോലെ വൃതാനുഷ്ഠാനം കൊണ്ട് എൻ്റെ ശരീരം ഞാൻ ക്ഷീണിപ്പിക്കും. ഈ ശരീരം ഇനി മേലിൽ യാതൊരു പ്രാണിയും ഹിംസിക്കുന്നതല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വേടൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വില്ല് പൊട്ടിച്ച് ദൂരെ കളയും വല ചീന്തി വലിച്ചെറിയുകയും ചെയ്തു. കൂട്ടിലടയ്ക്കപ്പെട്ടിരുന്ന ആ പെൺപ്രാവിനെ അയാൾ അപ്പം തന്നെ തുറന്നു വിട്ടു. പക്ഷേ കൂട്ടിൽ നിന്ന് പുറത്തു വന്ന ആ പെൺപ്രാവിന് തൻ്റെ ഭർത്താവിൻ്റെ മരണം കണ്ടതുകൊണ്ടുണ്ടായ ദുഃഖം സഹിക്കാനേ പറ്റിയിരുന്നില്ല. ധർമ്മിഷ്ഠനായ ഒരു ഭർത്താവിനെ ലഭിക്കാൻ തനിക്ക് ഭാഗ്യമുണ്ടായല്ലോ എന്ന സന്തോഷമുണ്ടെങ്കിലും തൻ്റെ ഭർത്താവ് തന്നെ വിട്ട് മരിച്ചു പോയല്ലോ എന്ന ദുഃഖം ആ പക്ഷിക്ക് സഹിക്കാനേ പറ്റിയില്ല. മലയുടെ മുകളിലും മരങ്ങളുടെ ഇടയിലും പുഴയുടെ മൺതിട്ടുകളിലും പൊയ്കകളുടെ പ്രാന്തപ്രദേശങ്ങളിലും തൻ്റെ ഭർത്താവിനോടൊപ്പം പറന്ന് കളിച്ചിരുന്ന തൻ്റെ യൗവനകാലത്തെ ആ പക്ഷി ഓർത്തു. അതിന് വളരെയധികം ദുഃഖം തോന്നി. അതോടെ തൻ്റെ ഭർത്താവിൻ്റെ പാത പിന്തുടരാൻ തീരുമാനിച്ച ആ പക്ഷി വേടൻ്റെ മുന്നിലുണ്ടായിരുന്ന ആ തീയിലേക്ക് ചാടി തൻ്റെ ശരീരത്തെയും ദഹിപ്പിച്ച് കളഞ്ഞു. തീയിൽ കിടന്ന് കത്തിക്കരിയുന്ന ആ ശരീരത്തിലുള്ള ജീവൻ പുറത്തേക്ക് വന്ന ഉടനെ ദിവ്യമായ ഒരു ശരീരത്തെ പ്രാപിക്കുകയും ആകാശദേശത്തിൽ വിമാനത്തിൽ കയറിയിരിക്കുന്ന ഭർത്താവിനെ കാണുകയും അവരൊരുമിച്ച് അതിൽ കയറി സുഹൃതം കൊണ്ട് സമ്പാദിച്ച സ്വർഗ്ഗലോകത്തേക്ക് ഗമിക്കുകയും ചെയ്തു. കപോത ദമ്പതികൾ സ്വർഗത്തിലേക്ക് പോകുന്നതും കണ്ടുകൊണ്ട് നിന്നിരുന്ന വേടൻ അന്നു മുതൽ അവയെപ്പോലെ ധർമ്മം അനുഷ്ഠിച്ച് അനശ്വരമായ സ്വർഗവാസസുഖം സമ്പാദിക്കാൻ ഉറയ്ക്കുകയും സർവ്വസുഖങ്ങളും ത്യജിച്ച് തപസ് തുടങ്ങുകയും ചെയ്തു. തപസ് ചെയ്യാൻ യോഗ്യമായ ഒരു പ്രദേശം അന്വേഷിച്ചുകൊണ്ട് കാട് തോറും ചുറ്റി നടന്നിരുന്ന അവൻ ഒരു ദിവസം തെളിഞ്ഞ തണുപ്പുള്ള വെള്ളവും താമരപ്പൂക്കളും നിറഞ്ഞ വലിയൊരു തടാകവും അതിൻ്റെ തീരത്തിൽ താപസന്മാർക്ക് താമസിക്കാൻ തക്കതായൊരു സ്ഥലവും കണ്ടു. ചുറ്റുപാടും പറന്ന് സ്വൈര്യമായി സഞ്ചരിച്ചിരുന്ന പക്ഷികളെ അയാൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. അയാൾ പതുക്കെ നടന്ന് ആ തടാകത്തിൻ്റെ കരയിലേക്ക് നടക്കുമ്പോൾ വഴിക്കുണ്ടായിരുന്ന മുള്ളുകൾ തട്ടി മേലെല്ലാം മുറിഞ്ഞു. അങ്ങനെ അവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കെ പൊടുന്നനെ ഒരു കാറ്റടിക്കുകയും ആ പ്രദേശത്ത് ഉണങ്ങി നിന്നിരുന്ന മരങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടി കാട്ടുതീ കത്തുകയും ചെയ്തു. താൻ വളരെ കാലം ചെയ്തുകൊണ്ടിരുന്ന ദുഷ്കൃത്യങ്ങൾ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടിരുന്ന ആ വേടൻ താൻ പലനാൾ ചെയ്ത പാപങ്ങളുടെ പ്രായശ്ചിത്തമായി സ്വന്തം ദേഹത്തെ ആ കാട്ടുതീയിൽ ദഹിപ്പിക്കുകയും കപോതങ്ങളെപ്പോലെ ദിവ്യമായ ഒരു ശരീരം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് കപോതചരിതം എന്ന കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.